താങ്കളുടെ പെൺകുട്ടിക്ക് പീരിയഡ് റെഗുലറോ രോമവളർച്ച ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി അല്ല എന്ന് ഉറപ്പുവരുത്തണം. കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ പറ്റി ഞാൻ പറയുന്നു. അതുപോലെ താങ്കളൊരു ടീച്ചറാണെങ്കിലോ ക്ലാസ്സിലെ കുട്ടിക്ക് അമിതമായിട്ടുള്ള വണ്ണമുണ്ട്, പീരിയഡ് റെഗുലറാണ്, ഒരു രോമവളർച്ച കൂടുതലാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി അല്ല എന്ന് നമ്മൾ ആണോ എന്ന് നമ്മൾ ആ കുട്ടിയെ ആ ഒരു കണ്ടീഷനെ പറ്റി ഇൻഫോം ചെയ്യണം. അമിത തൂക്കം ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ആ കുട്ടിയെയും പേരൻസിനെയും അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. കാരണം അവിടെ ആ കുട്ടിയുടെ പഠന സമയമാകുന്നതുകൊണ്ട് പേരൻസിനോ കുട്ടിക്കോ എക്സസൈസ് ചെയ്യാൻ യാതൊരു താല്പര്യവും കാണത്തില്ല. എക്സസൈസ് വേണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയും ചെയ്യത്തില്ല, പേരൻസിന് അതിന് താല്പര്യം വരത്തില്ല. കാര്യം പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് കണ്ടാൽ അവിടെ ഏറ്റവും പ്രധാനം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അവരുടെ മാനേജ്മെൻറ്റ് പിന്നീട് അവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാം, അവർക്ക് ഫാറ്റി ലിവർ വരാം, അവർക്ക് ഡയബറ്റീസ് വരാം, അവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അവർക്ക് പ്രശ്നങ്ങളുടെ പുറകെ പ്രശ്നങ്ങൾ വരാം, അവർക്ക് ഈവൻ സൈക്കോളജിക്കൽ ഡിപ്രഷൻ വരാം, അവരുടെ തന്നെ അമിത തൂക്കം അവരുടെ ബോഡി ഇമേജിനെ എഫക്റ്റ് ചെയ്യാം, അവർക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഹോർമോൺ ഡിസ്റ്റർബൻസ് അവരുടെ കുടുംബ ബന്ധത്തെ ബാധിക്കാം. ആ കുട്ടിയെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്തുടരാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനം ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് എക്സസൈസിൻ്റെ പ്രാധാന്യം കൊടുക്കണം. പിന്നെ അവർക്ക് പിന്നീട് കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ട് വരാം. പലപ്പോഴും പിന്നീട് ഒരു പ്രായം കഴിഞ്ഞ് ആ കുട്ടിയോട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എക്സസൈസ് ചെയ്യാനായിട്ട് മടി കാണിക്കും. ആ കുട്ടിയുടെ നമ്മൾ അങ്ങനെയുള്ളൊരു കുട്ടി വരുമ്പോൾ അതിന് നമ്മൾ അവിടെ ഹോർമോൺ ടെസ്റ്റ് ചെയ്യണം, അവിടെ നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യണം. ആ കുട്ടിയുടെ ബോഡി ഇമേജസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് റെഗുലർ എക്സസൈസ് ചെയ്യുക. ആ കുട്ടിയുടെ ബോഡി ഫീച്ചേഴ്സ്, അമിത രോമ വളർച്ചയും ഫാറ്റൊക്കെ വരുമ്പോൾ കൂട്ടുകാരികളെ കളിയാക്കുക. അത് കുട്ടിയെപ്പറ്റി തന്നെ ഒരു ആത്മപ്രതീക്ഷ കുറയ്ക്കും. അതതിന് ഡിപ്രഷനുള്ളൊരു സാധ്യത കൂട്ടും. ആ കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ടീച്ചറാണെങ്കിൽ മാതാപിതാക്കൾ സ്കൂളിൽ ഇങ്ങനെയുള്ള കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ആ കുട്ടിയെ പിന്നീട് ജീവിതകാലത്ത് പോകാൻ വന്ന പരമ്പരകൾ, കുട്ടി പഠനത്തിൽ പിടിക്കുകയായിരിക്കും, പക്ഷേ പിന്നീട് വന്ധ്യത, പിന്നീട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടിയെ കാത്തിരിക്കുന്ന ദുരന്തങ്ങളാണ്. ഫാറ്റി ലിവർ. ആ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ വ്യായാമത്തിനും നമ്മൾ അവരുടെ അപ്പിയറൻസിനും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള വിപത്തിൽ നിന്ന് നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ കുട്ടിക്ക് പീരിയഡ് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ, അമിത രോമവളർച്ച ഉണ്ടെങ്കിൽ, അമിത തൂക്കം ഉണ്ടെങ്കിൽ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലാണ് പ്രധാനം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിപ്പം തങ്ങൾക്ക് കിട്ടാത്ത ഭക്ഷണം എല്ലാം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങൾ അമിത തൂക്കം ഇന്ന് കൂടി വരികയാണ്. പിന്നീട് അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് പോളിസിസ്റ്റിക് ഓവറി മാനേജ്മെൻറ്റിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. അവിടെ നമ്മുടെ എൻഡോക്രിനോളജിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, സെക്സോളജിസ്റ്റ് വേണം, കൗൺസിലേഴ്സ് വേണം, അവിടെ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ഇൻവോൾവ് ആണ്. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. ആ കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് ആരോഗ്യമായിട്ടൊരു കുടുംബജീവിതം. ഒരാൾ സക്സസ്ഫുൾ ആവുന്ന എപ്പോഴും അവരുടെ പ്രൊഫഷണൽ ലൈഫും കുടുംബജീവിതവും ഒരുമിച്ച് സക്സസ്ഫുൾ ആകുമ്പോഴേ അവർ സക്സസ്ഫുൾ ആവുള്ളൂ. കുടുംബജീവിതത്തിൽ ഒരു ഹോർമോൺ ഡിസ്റ്റർബൻസ് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും, ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി അവരിലുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഇറിറ്റബിലിറ്റി അവരുടെ പാർത്തവമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും അത് അവരുടെ കുടുംബജീവിതത്തെ വളരെ ദോഷകരമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് താങ്കളൊരു ടീച്ചറോ ആണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ പേരൻസിനെ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൗൺസിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളിൽ ഇങ്ങനെയുള്ള കൗൺസിലിംഗ് സെക്ഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ ഒരു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ ഒരു അറിവ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും.